ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 5 ശ്ലോക 7. ഭൂമന്മാനസ ബുദ്ധി അഹങ്കൃതി മിളച്ചിത്താഖ്യവൃതി അന്വേതം തച്ച അന്ധകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവ അസൃജത്. ജാതഃ തൈജസതഃ ദശേന്ദ്രിയ ഗണഃ തത്താമസ അംശാത് പുനഃ തന്മാത്രം നഭസഃ മരുത്പുരപദേ ശബ്ദഃ അജനിത്വദ്ബലാത്. ഭൂമൻ എന്നാൽ ഭഗവാനായ വിഭോ, മാനസ മനസ്സ്, ബുദ്ധി നമ്മുടെ മനോബുദ്ധി, അഹങ്കൃതി അഹങ്കാരം, മീ കൂടി, ചിത്താക്യ ചിത്തം അഥവാ മനസ്സ്, വൃത്തി വൃത്തിയോടെ, അന്വിതം കൂടിക്കലർന്നത്, തത് ഭഗവാൻ, ച ചേർന്നത്, അന്ധകരണം ഉൾമനസ്, വിഭോ ഭഗവാൻ, തവ ഭഗവാന്റെ, ബലാത് ശക്തിയാൽ, സത്വാംശ സാത്വിക അഹങ്കാരം, ഏവ തന്നെ, അസൃജത് സൃഷ്ടിച്ചത്, ജാതഃ ഉണ്ടായത് ജനിച്ചത്, തൈജസതഃ രാജസ അഹങ്കാരം, ദശേന്ദ്രിയ 10 ഇന്ദ്രിയങ്ങൾ, ഗണഃ കൂട്ടം, തദ് ആ താമസ അഹങ്കാരം, അംശാത് ഭാഗത്തിൽ നിന്ന്, പുനഃ പിന്നീട്, തന്മാത്രം മാത്രമായി ജനിച്ചിട്ടുള്ളത്, നഭസഹ ആകാശത്തിന്റെ, മരുത് പുരപതേ ഗുരുവായൂരപ്പ, ശബ്ദ ശബ്ദം, അജനി മരണമില്ലാത്തത് ജനിച്ചത്, ത്വത് ഭഗവാന്റെ, ബലാത് ബലത്താൽ. ഭൂമന്മാനസ ബുദ്ധ്യഹം കൃതി മില ചിത്താക്യ വൃത്യന്വേതം തച്ചാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത്. ജാതസ്തൈജസദോ ദശേന്ദ്രിയ ഗണഃ തത്താമസാംശാം പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാത്. ഭഗവാന്റെ ആ ഒരു സൃഷ്ടിയിൽ മനസ്സ് ബുദ്ധി രണ്ടും ചേർന്നിട്ട് ഒരു അഹങ്കാരം ഉള്ളിൽ ജനിക്കുന്നു. അങ്ങനെ ആ ഒരു ചിത്തത്തിലൂടെ ആ പല വൃത്തിയുള്ള നമ്മുടെ ചേഷ്ടകൾ നടക്കുന്നു. അത് ഭഗവാന്റെ ആ ഒരു ഉൾമനസ്സിൽ ഉള്ളത് കൊണ്ട് ഭഗവാൻ നമ്മുടെ പല രീതിയിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതായത് പല തരത്തിലുള്ള അഹങ്കാരമാണ് ഉള്ളത്. അതിൽ സാത്വിക അഹങ്കാരം, രാജസ അഹങ്കാരം, താമസ അഹങ്കാരം. അതിൽ സാത്വിക അഹങ്കാരം എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്കായി ഭഗവാൻ പ്രയോജനപ്പെടുത്തുന്നു ബ്രഹ്മാവിൽ. അങ്ങനെ രാജസ അഹങ്കാരം എന്നാൽ 10 ഇന്ദ്രിയങ്ങളിൽ നമ്മൾ ചിലത്തുന്ന പ്രവർത്തികൾ, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ചേർന്നാണ് ഈ 10 ഇന്ദ്രിയങ്ങൾ ഉള്ളത്. അപ്പോൾ അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ താമസ അഹങ്കാരം ഓരോരോ യുഗത്തിന്റെ അവസാനവും എപ്പോഴാണോ സൃഷ്ടിച്ച എല്ലാ കാര്യത്തെയും നശിപ്പിക്കുന്നു, അപ്പോഴാണ് ഈ താമസ അഹങ്കാരത്തെ ഭഗവാൻ ശിവന്റെ രൂപത്തിൽ പ്രയോഗിക്കുന്നത്. അത് മാത്രവുമല്ല, ഇതിൽ ഗുരുവായൂരപ്പൻ എങ്ങനെയാണോ ഒരു ശബ്ദത്തിൽ നിന്നു മാത്രം ഒരു യുഗത്തെ ജനിപ്പിച്ച് അതിൻ്റെ ബലത്തിൽ പല തരത്തിലുള്ള സൃഷ്ടി നടത്തി പരിപാലിച്ചത് കൊണ്ട് ആ യുഗാവസാനത്തിൽ അവയെല്ലാത്തെയും നശിപ്പിക്കുന്നുവോ, ആ ഒരു പ്രവൃത്തിയാണ് പല യുഗങ്ങളായി നടന്ന് ഇപ്പോൾ ഇതാ നമ്മൾ കലിയുഗത്തിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.